കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപയിൽ നമ്മെ അവിടെ നടത്തുന്നല്ലോ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നല്ലോ, അവിടുത്തെ ദയ നമ്മളോട് കൂടെ ഇരിക്കുന്നല്ലോ. ദാവീദ് പറയുകയാണ് യഹൂദാ മരുഭൂമിയിൽ വെച്ച്, ദൈവമേ അങ്ങെന്റെ ദൈവമാണ്, ആദ്യകാലത്ത് തന്നെ ഞാൻ അങ്ങനെ അന്വേഷിക്കും. മരുഭൂമിയിലും വരണ്ട അവസ്ഥയിലും വെള്ളമില്ലാത്ത അവസ്ഥയിലും ദൈവത്തെ അന്വേഷിക്കാൻ ഒരു ഭക്തൻ തയ്യാറായി. പ്രിയരെ, നമ്മുടെ മരുഭൂ യാത്രയിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കും. ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറാകുമെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, വ്യക്തിപരമായിട്ട്, ദൈവമേ അങ്ങ് എൻ്റെ ദൈവം. വ്യക്തിപരമായി വിളിച്ചു പറയണം ആ ദൈവമായിട്ടുള്ള അടുപ്പം. അങ്ങ് എൻ്റെ ദൈവമാണ്, ആദ്യകാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. സാഹചര്യങ്ങൾ എതിരാകുമ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തൻ. 4-ാം സങ്കീർത്തനത്തിൽ നമുക്കറിയാം, അവിടെയും അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. 16-ാം സങ്കീർത്തനം ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. എൻ്റെ ജഡവും നിർഭയമായി. ഇതാണൊരു ദൈവത്തിന്റെ അകത്തെ ധൈര്യം. ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോകില്ല. ആപത്തോ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ വാളോ ഉയരമോ ആഴമോ ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിലോ പൗലോസ് പറയാൻ പറ്റും, ഞാൻ ഇതിലൊക്കെയും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പൂർണ്ണമായി ജയം പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ഈ ഒരു ഘടകത്തിനും കഴിയില്ല, പ്രതികൂലങ്ങൾക്ക് കഴിയില്ല. നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധം അതാവണം സഹോദരങ്ങളെ. കാൽവറിയിലൂടെ അവിടുത്തെ ജീവനല്ലേ നമുക്ക് നൽകിയത്. അവസാനമുള്ള രക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നില്ലേ? രക്തമില്ലായിരുന്നു, സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി വെച്ച് തന്നില്ലേ? ആ മഹാസ്നേഹം ഓർക്കുമ്പോ ചില ഷോർട്ടേജുകൾ വരുമ്പോഴോ നിന്ദകൾ വരുമ്പോഴോ അപമാനങ്ങൾ വരുമ്പോഴോ പെറുപിറുക്കാതെ, ഇതൊന്നും എൻ്റെ കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കത്തില്ലെന്ന് ഉറക്കെ പ്രഖ്യാപനം ചെയ്യാൻ എന്നും ഒരു ദൈവപൈതൽ തയ്യാറാവും. ഉറക്കെ പ്രഖ്യാപനം ചെയ്യും. കർത്താവ് അതിനെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 22-ാമത് വാക്യം. അതിന് അബ്രാം സൊദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ. ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ നിന്ന് യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല. അബ്രാം തന്റെ സഹോദരപുത്രനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ഒക്കെ മടക്കിക്കൊണ്ടുവന്നു. അപ്പൊ കൽദയ ശക്തികളെ തോൽപ്പിച്ച് മടങ്ങി വന്നപ്പോ സൊദോം രാജാവ് അബ്രഹാമിനെ എതിരേറ്റ് ചെന്നു. അബ്രഹാമിനെ അനുഗ്രഹിച്ചു. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവന് സകലത്തിലും അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. അടുത്ത ഭാഗം നോക്കൂ. സൊദോം രാജാവ് അബ്രാമിനോട് പറയുകയാണ്, ആളുകളെ എനിക്ക് തരിക, നീ സമ്പത്ത് എടുത്തു. ഒരു ഓഫറാണ്. എത്ര സമ്പത്ത് വേണേലും എടുത്തു. അബ്രാമിന് പറയാനുള്ള ഒരു സാക്ഷ്യമുണ്ട്.
എന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞ് ഇറക്കിയത്. ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ആ സമയത്ത് എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ദൈവിക അരുളപ്പാട് കേട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ച സമയം, അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ നിന്നെ ഒരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പുറപ്പെട്ടു. ഒന്നിനും ദൈവം മുടക്കം വരുത്തിയില്ല. കാൽ വെച്ച ദേശം എനിക്ക് തന്നു, എന്നെ അനുഗ്രഹിച്ചു, ഒന്നിനും മുട്ടുവരുത്തിയില്ല രാജാവേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കുക. എന്നെ വിളിച്ച ഒരുവനുണ്ട്. ഇറങ്ങിത്തിരിച്ചപ്പോൾ എവിടെ പാർക്കണമെന്നും എങ്ങനെ പോകണമെന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്തപ്പോൾ അബ്രാം പറയുന്ന സാക്ഷ്യമാണ്, എന്റെ ദൈവം എന്നോട് കൂടെയിരുന്നു. ദൈവം എന്നെ വർദ്ധിപ്പിച്ചു, ദൈവം എന്നെ ശക്തീകരിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. മറ്റാരുടെയും കെയർ ഓഫിലല്ല ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കാൻ അത് ദൈവത്തിന് ഇഷ്ടമല്ല. പ്രിയരെ, ചിലതൊക്കെ നിഷേധിക്കുമ്പോൾ, ചിലത് വേണ്ടാന്ന് വെക്കുമ്പോൾ, ചില അവകാശങ്ങൾ തന്നില്ല എന്ന് വെക്കുന്ന സമയങ്ങൾ വരും. അവിടെ നിരാശപ്പെടേണ്ട. ദൈവം നമ്മുടെ സമ്പത്താണ്. ദൈവം പറയും ഒരു ഗോത്രത്തോട് അവർക്ക് ഓഹരിയൊന്നും കൊടുക്കരുത്. യഥാർത്ഥത്തിൽ ചിലപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് വിഷമം തോന്നിക്കാണും. എന്നിട്ട് ദൈവം പറയുക, ഞാനാ അവരുടെ ഓഹരി. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാറി നിന്ന ഗോത്രത്തെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഒരുപക്ഷം ഗോത്രങ്ങൾ മാറി നിൽക്കാതിരിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ദൈവം അവന്റെ ഓഹരിയായിരിക്കും. ഒരു മനുഷ്യനും നമ്മളെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കാൻ, നമ്മളെ കൊണ്ടുവന്നെന്ന് പറയാതിരിക്കാൻ, ചില ഓഫറുകളൊക്കെ നിഷേധിക്കപ്പെടുമ്പോൾ, അത് വേണ്ടാന്ന് വെക്കുമ്പോൾ, ചില സ്വത്തുക്കൾ റിജക്റ്റ് ചെയ്യുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദൈവം തുറന്നാൽ, ദൈവം തന്നാൽ. അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളം തീർന്നു പോയില്ലേ ഹാഗറിന്? ദൈവം തുറന്നാൽ ആ ഉറവ ഇന്നും നിൽക്കുന്നു. സഹോദരങ്ങളെ, മനുഷ്യൻ തരുന്നതിനും സഹായിക്കുന്നതിനും പരിധിയുണ്ട്, കണക്കുണ്ട്. നാളെ അത് പുറത്തു വരും. പക്ഷേ ദൈവം തുറന്നാൽ, ആകാശത്തിന്റെ ഭണ്ഡാരം തുറന്ന് സമൃദ്ധിയാവോളം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം. അവിടുന്ന് ആഗ്രഹിക്കുന്നത് ആരുടെയും കെയർ ഓഫിലല്ല യോസഫെ നിന്നെ രാജസ്ഥാനത്ത് എത്തിക്കുന്നത്, സിംഹാസനത്തിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് പലതും നിനക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞവർ മാറിപ്പോവും. സഹോദരങ്ങളെ, ദൈവാത്മാവ് പറയുന്നു, ചെയ്യാവുന്ന പലരും, പറഞ്ഞ പലരും മാറിപ്പോയി, മറന്നുപോയി. അത് നിരാശപ്പെടേണ്ട. അവർ ചെയ്താൽ യോസഫിനെ ഒരു പരിമിതിക്കകത്ത് ഒതുക്കും. പക്ഷെ ദൈവം ചെയ്തപ്പോൾ, ദൈവം ഉയർത്തിയപ്പോൾ, മിസ്രൈമിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുവന്നില്ലേ? ഇതാ ദൈവിക പരിപാടി. ദൈവം നമുക്ക് വേണ്ടി തുറന്നാൽ, പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. അതുകൊണ്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ, ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ, കിട്ടേണ്ടത് കിട്ടിയില്ലല്ലോ, അവകാശം നിഷേധിക്കപ്പെട്ടല്ലോ. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ശാശ്വതമായിരിക്കും. അത് ചോർന്നു പോകത്തില്ല, അത് നിലനിൽക്കും. അതിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകൂ. എന്നിട്ടിത് പറഞ്ഞ നിഷേധിച്ച അബ്രാമിനോട് 15:1, അബ്രാമേ നീ ഭയപ്പെടണ്ട, നീ അത് നിഷേധിച്ചതുകൊണ്ട്
ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. സ്തോത്രം, സ്തോത്രം. ചിലതൊക്കെ നീ നിഷേധിച്ചപ്പോൾ നിനക്കൊരു പ്രതിഫലം നിന്റെ ദൈവമാണ് കേട്ടോ. ദൈവം പ്രതിഫലം തന്നാൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിശ്രേഷ്ഠമാണ്. അതാർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ്. സഹോദരങ്ങളെ, വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും അർഹതപ്പെട്ട് ലഭിച്ചില്ലെങ്കിലും ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളൂ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ഞാനാ നിന്നെ സഹായിക്കുന്നത്, ഞാനാ നിനക്ക് ശക്തി നൽകുന്നത്, ഞാനാ നിന്നെ മുമ്പോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നത്, ഞാനാ നിന്റെ കരത്തിൽ പിടിച്ചത്. അങ്ങനെയെങ്കിൽ നീ ഇരിക്കുന്നിടത്ത് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നിങ്ങളുടെ ആലോചനയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ അരുളപ്പാടുകൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഒരു മനുഷ്യനും ഞങ്ങളെ സമ്പന്നാക്കിയെന്ന് പറയാതിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നതിന് സ്തോത്രം. നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. നിങ്ങളുടെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. അങ്ങ് വാതിൽ തുറന്നിരിക്കാൻ സ്തോത്രം. അങ്ങാണ് ചെയ്തതെന്നും അവിടെ കൈയത് ചെയ്തെന്ന് എല്ലാവരും മനസ്സിലാക്കത്തക്ക രീതി കർത്താവ് വൻ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വെളിപ്പെടുന്നതിന് സ്തോത്രം. സകല മഹത്വം അറിയിക്കുക യേശുവിൻ നാം തന്നെ, ആമേൻ. ക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, എന്റെ ദൈവമാണ് തുറന്നത് എന്ന് പറയത്തക്ക രീതിയിൽ ഈ ദിവസങ്ങൾ ചില അടയാളങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകും. വിശ്വസിക്കുക. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.